കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് ഭാര്യ വാതിൽ തുറന്നു. ഭർത്താവിനെ കണ്ടതും അവർ ഉച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങി. എവിടെയായിരുന്നു ഇത്രയും നേരം? രാവിലെ ഓഫീസിലേക്കാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയതല്ലേ? ഓഫീസ് വിട്ട് വരുന്ന നേരം കഴിഞ്ഞിട്ടും കാണാഞ്ഞു ഞാൻ നിങ്ങളെ സുഹൃത്തിനെ വിളിച്ചു നോക്കി. അയാൾ പറഞ്ഞു നിങ്ങൾ ഓഫീസിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ എവിടെയായിരുന്നു? അത് ഞാൻ പിന്നെ... അയാൾ ഉരുണ്ടു കളിക്കാൻ തുടങ്ങി. അത് കണ്ട് ഭാര്യയ്ക്ക് ദേഷ്യം കൂടി. ഇതുവരെ എവിടെയായിരുന്നെന്ന് പറയാൻ എന്താ ഇത്ര മടി? ഇതെന്താ കയ്യിലൊരു ബാഗ്, ഒരു പഴയ പൊളിഞ്ഞൊരു ബാഗും ഒരു സഞ്ചിയും തൂക്കി പിടിച്ച് വന്നിരിക്കുന്നു. ഇതാരുടെയാണ് ഈ ബാഗ്? അതെ, ഞാനിന്ന് ഗ്രാമത്തിൽ പോയിരുന്നു അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ. അമ്മ എന്നെ വിളിച്ചിരുന്നു. നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണോ? നിങ്ങളുടെ ചേട്ടന്മാരുടെ വീട്ടിലാക്കിയാൽ പോരെ? അവരല്ലേ നമ്മളെക്കാളും കൂടുതൽ സമ്പാദിക്കുന്നത്. ഇങ്ങോട്ടെന്തിനാണ് കെട്ടിവലിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്? എനിക്ക് ആകപ്പാട് ദേഷ്യം വരുന്നുണ്ട്. ഭാര്യ അമ്മയെക്കുറിച്ച് വീണ്ടും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ ഭർത്താവിൻ്റെ പുറകിൽ നിന്ന അമ്മ ഇതെല്ലാം കേട്ട് സങ്കടത്തോടെ ഒന്നുകൂടി മുഖം പൊത്തി മാറി നിന്നു. അമ്മയെ ഏട്ടന്മാരുടെ വീട്ടിൽ കൊണ്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതെന്താ അമ്മയെ നിങ്ങളുടെ ഏട്ടന്മാരുടെ വീട്ടിൽ കൊണ്ടാക്കിയാൽ ഇവിടെന്താ പണം കായ്ക്കുന്ന മരമുണ്ടോ? ആകെ ഒരു 20,000 രൂപ കിട്ടും. അത് വെച്ച് എന്തെല്ലാം നടത്തണം? ഇനി അമ്മയുടെ ചെലവ് കൂടും, എങ്ങനെ നടത്തും? എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ അടുത്ത വണ്ടിക്ക് തന്നെ അമ്മയെ ഗ്രാമത്തിൽ കൊണ്ടു ചെന്നാക്കോ, അല്ലെങ്കിൽ ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. നാണമില്ലേ ഈ അമ്മയ്ക്ക്? നല്ലോണം സമ്പാദിക്കുന്ന വേറെയും മക്കളുണ്ടായിട്ട് പിന്നെ ഇവിടേക്ക് തന്നെ കെട്ടി എഴുന്നള്ളിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞ് അവൾ അമ്മയുടെ നേരെ തിരിഞ്ഞതും അവളുടെ മുഖഭാവം ആകെ മാറി. അയ്യോ അമ്മയായിരുന്നോ? ഞാൻ കരുതി. അതേ മോളെ, ഞാൻ തന്നെ. നിന്റെ ഏട്ടത്തി അമ്മ എന്നെ അവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. എനിക്കിപ്പോൾ പണ്ടത്തെ പോലെ ജോലിയൊന്നും ചെയ്യാനാവുന്നില്ല. കുറച്ച് എന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് ക്ഷീണമാകും. ഇത് കാണുമ്പോൾ അവൾക്ക് വല്ലാതെ ദേഷ്യം വരും. എനിക്ക് ശരിക്ക് ഭക്ഷണം പോലും തരാറില്ല. എൻ്റെ പ്രഷറിൻ്റെ ഗുളിക തീർന്നിട്ട് ഒരാഴ്ചയായി. ഗുളിക വാങ്ങിക്കാൻ പോലും അവൾ മെനക്കെടുന്നില്ല. ഈ കാര്യമെല്ലാം അറിയിച്ച് ഞാൻ നിന്റെ ഭർത്താവിനെ ഇന്നലെ വിളിച്ചതായിരുന്നു. അവൻ വന്ന് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. പക്ഷേ മോളെ, എനിക്കിപ്പോൾ നിന്നെ പ്രസവിച്ചതിൽ സങ്കടം തോന്നുന്നു. നിന്റെ ചേട്ടത്തിയമ്മയുടെ ചിന്താഗതി തന്നെയല്ലേ നിനക്കും? ഭർത്താവിൻ്റെ അമ്മയെക്കുറിച്ച് മോൾ ഇങ്ങനെയെല്ലാം പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. എന്താ മോളെ ഇങ്ങനെ? ഇതെല്ലാം കേട്ടപ്പോൾ ഭാര്യയ്ക്ക് വല്ലാത്ത വിഷമമായി. അവൾക്ക് അവൾ പറഞ്ഞതിൽ പശ്ചാത്താപം തോന്നി. അങ്ങനെ പറയുണ്ടായിരുന്നു എന്നവൾക്ക് തോന്നി. ഭർത്താവ് പറഞ്ഞു, നീ ഒരു കാര്യം മനസ്സിലാക്കണം. അമ്മയാണ്. നിന്റെ ആയാലും എൻ്റെ ആയാലും അമ്മയ്ക്ക് അമ്മയുടേതായ സ്ഥാനം എവിടെയാണെങ്കിലും നൽകേണ്ടതാണ്. കൂട്ടുകാരെ, ഓരോ അമ്മമാർക്കും ത്യാഗത്തിൻ്റെതായ ഒത്തിരി കഥകൾ പറയാനുണ്ടാകും. അമ്മമാരെ പ്രായമാകുമ്പോൾ വാർദ്ധക്യത്തിൻ്റെ പടിയിലെത്തുമ്പോൾ അവരെ ഒഴിവാക്കുകയല്ല, അവരെ തഴയുകയല്ല നമ്മൾ വേണ്ടത്. അവരെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. അവർക്ക് നമ്മൾ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. നിസ്വാർത്ഥമായി നമ്മെ സ്നേഹിക്കാൻ നമ്മുടെ അമ്മ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. ആ കാര്യം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം.